അങ്ങനെ iOS 18.3.2 ഇപ്പോൾ റിലീസായിട്ട് ഏകദേശം ഒരാഴ്ച കറക്റ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങളും അതേപോലെ മേജറായ ബഗ് ഫിക്സസും നമുക്ക് വന്നിട്ടുണ്ടാകും. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന iOS 18.3.2വിൻ്റെ ഒരു ഫോളോ അപ്പ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും റെഗുലറായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ദിസ് ഈസ് യുവർ ബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം തന്നെ നമുക്ക് ഈ പറഞ്ഞ വാട്സാപ്പിൻ്റെ ബഗിൽ സ്റ്റാർട്ട് ചെയ്യും. റെഗുലറായിട്ട് കുറേ യൂസേഴ്സ് ഫേസ് ചെയ്ത ഒരു ബഗ്ഗായിരുന്നു ഇതേപോലെ ക്യാമറ ആക്സസ് ചെയ്യുമ്പോൾ വാട്സാപ്പിൽ ഈ ഒരു പ്രോംപ്റ്റ് പോപ്പപ്പ് ആയിട്ട് വരുന്നത്. എനിക്ക് ഈ പറഞ്ഞ പ്രോംപ്റ്റ് ഞാൻ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു വട്ടമാണ് ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം വന്നത്. മേക്ക് ഷുവർ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ പോയി ഈ ഒരു ആപ്ലിക്കേഷൻ അപ് ടു ഡേറ്റ് ആണ് ഉറപ്പുവരുത്തുക. ഈ പറഞ്ഞ വൈഫൈ യൂസ് ചെയ്താലും റെഗുലറായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യുന്നത് യാതൊരു നിർബന്ധവുമില്ല. സോ ചില സമയത്ത് ഇതേപോലെ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഫുള്ളി അപ്ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷന് പകരം അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് എഫിഷ്യൻ്റ് ആയ ആപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ ഈ പറഞ്ഞ iOSന് മാത്രമല്ല എല്ലാ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം അടുത്ത വന്ന ഒരു കാര്യമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ഓട്ടോമാറ്റിക്കലി റീഎനേബിൾ ആവുന്നുണ്ട് ഈ ഒരു അപ്ഡേഷനിൽ. കാരണം ആപ്പിളിൻ്റെ ഈ പറയുന്ന സ്റ്റഡീസ് അനുസരിച്ച് 80% ഓഫ് ആൾക്കാരും അല്ലെങ്കിൽ 80% ഓഫ് യൂസേഴ്സും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ കുറേ ഓൾട്ടർനേറ്റീവ്സും കുറേയധികം ലിമിറ്റേഷൻസും ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിന് ഇപ്പോൾ ഉള്ളത് തന്നെയാണ് കാരണം. പക്ഷേ ആപ്പിൾ ഡിഫോൾട്ടായിട്ട് ഈ ഒരു കാര്യം ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ യൂസേഴ്സിന് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് മാനുവലി പോയി ഓഫ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ത്യയിലെ യൂസേഴ്സിന് കൂടുതലും വരാത്ത ഈ പറഞ്ഞ ലാംഗ്വേജ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്കിയാൽ മാത്രമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു കാര്യം വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യില്ല. iOS 18.4ലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് മേ ബി ഡിഫോൾട്ടായിട്ട് ഓൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ മേക്ക് ഷുവർ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സെറ്റിങ്സിൽ ഈ പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത വന്ന ബഗ്ഗാണ് ക്യാമറ സ്റ്റക്ക് എന്ന് പറയുന്നത്. പേഴ്സണലി എന്നെയും വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു മേജർ ബഗ്. ഇപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഈസി ആയിട്ട് ലോഞ്ചായി ചില സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയി പോകും. അല്ലെങ്കിൽ വൈൽ ഷൂട്ടിംഗ് അല്ലെങ്കിൽ റെക്കോർഡിങ് ഈ പറഞ്ഞ ക്യാമറ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പ്രശ്നം എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ക്യാമറ ആപ്പിൽ മാത്രമല്ല എനിക്ക് ആ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നത്. ക്യാമറ യൂസ് ചെയ്യുന്ന വേറെ കുറേ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്സിലും എനിക്ക് ഈ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്. സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എന്നീ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ ക്യാമറ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റക്കായി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളോ ഡോക്യുമെൻറ്റ്സോ സെൻഡ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ട അവസ്ഥയോ കാണാറുണ്ട്. സോ അതൊരു മേജർ ബഗ്ഗാണ്. എന്തായാലും ആപ്പിൾ അത് അഡ്രസ്സ് ചെയ്ത് മാറ്റേണ്ട ഒരു ബഗ് തന്നെയാണ്. സോ ഈ ഒരു ക്യാമറ സ്റ്റക്ക് എനിക്ക് ഏറ്റവും റീസെൻ്റായിട്ട് ഫീൽ ചെയ്തത് ഇന്നലെയായിരുന്നു. ഞാൻ അത്യാവശ്യത്തിന് ഈ പറഞ്ഞ ക്യാമറ എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു ഇഷ്യൂ ഇതായിരുന്നത്. ഇത് കണ്ടോ, ഞാൻ ഫോണിൽ ഈ പറഞ്ഞ ക്യാമറ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം ഞാൻ പോർട്രേറ്റ് നിന്ന് ഫോട്ടോയിലേക്ക് മാറ്റിയപ്പോൾ ഈ പറഞ്ഞ ക്യാമറ രണ്ടാമത് ആക്സസ് ചെയ്യാൻ തുടങ്ങി. സോ ആ ഒരു ബഗ് എനിക്ക് വല്ലാണ്ട് തന്നെയാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതേപോലെ മേജറായ എന്തെങ്കിലും ഒരു ബഗ്ഗോ ഇഷ്യൂസോ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു മേജർ കാര്യമാണ് ഈ ഒരു iOS 18.3.2 എന്ന അപ്ഡേഷൻ നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ള ഡൗട്ട്. ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും യാതൊരു പ്രശ്നവും നിങ്ങളുടെ ഡിവൈസിൽ വരാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇത് കുറച്ചധികം സ്പെസിഫിക് ആയ കാറ്റഗറി ഓഫ് ഗ്രൂപ്പ് ആൾക്കാർക്കാണ് ഇത് അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷൻ സ്കിപ്പ് ചെയ്ത് അടുത്ത വരുന്ന iOS 18.4 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും സെയിം കോഡിങ്ങും ഫ്രെയിം വർക്കും ആ ഒരു അപ്ഡേഷനിലേക്ക് കയറി വരുന്നുണ്ട്. മേക്ക് ഷുവർ എല്ലാ അപ്ഡേറ്റിന് മുമ്പും നിങ്ങളുടെ ഡിവൈസ് എന്തായാലും ഫുള്ളി ഒന്ന് വീഡിയോ എടുത്ത് വെക്കുക. കാരണം ഈ പറഞ്ഞ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേനോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് iCareലോ ആപ്പിൾ ഓതറൈസ്ഡ് ആയ സ്റ്റോറിലോ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ഒരു പ്രൂഫ് ചോദിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ
ആ ഒരു കാര്യം നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിസ്പ്ലേയുടെ എല്ലാ എഡ്ജും അതേപോലെ നിങ്ങളുടെ ഡിസ്പ്ലേ ക്വാളിറ്റിയും ഫോണിൻ്റെ കണ്ടീഷനും എന്തായാലും വീഡിയോ എടുത്ത് വെക്കുക. അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോ ഒരു തെളിവായിട്ട് സൂക്ഷിച്ചു വെക്കുക. എന്നാൽ മാത്രമാണ് അതിനുശേഷം വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിന് ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ല, അപ്ഡേറ്റിന് ശേഷമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് ഈ പറയുന്ന ആപ്പിളിനോ ആപ്പിൾ സർവീസ് സെൻറ്ററിൽ നിന്നോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വില കുറഞ്ഞോ അപ്ഡേഷൻസോ സർവീസോ ലഭിക്കുകയുള്ളൂ. സോ മേക്ക് ഷുവർ ഈ പറഞ്ഞ ഡിവൈസ് മൊത്തമായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ആൻഡ് iOS 18.3.2ൻ്റെ അപ്ഡേറ്റിന് ശേഷം എനിക്ക് പെർഫോമൻസ് ഈസ് ഓക്കെ, യാതൊരു വലിയ പ്രശ്നങ്ങളോ അതേപോലെ ക്ലട്ടറിങ്ങോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു അപ്ഡേഷനിൽ പെർഫോമൻസ് എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സിനിമ കാണുകയോ ചെയ്താൽ ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഡിവൈസ് അത്യാവശ്യം കുറച്ചധികം ചൂടാകുന്നുണ്ടായിരുന്നു. ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ ഫീൽ ചെയ്തു. യൂഷ്വലി എൻ്റെ ഡിവൈസ് അങ്ങനെ ചൂടാവാറില്ല, പക്ഷേ അപ്ഡേറ്റിന് ശേഷം അത്യാവശ്യം കുറച്ചധികം ചൂടാവുന്ന ഒരു പ്രവണത അതും ഇൻഡോറിൽ വെച്ച് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബാറ്ററി ഈസ് വെരി ഗ്രേറ്റ്, കാരണം അത്യാവശ്യം ഡീസൻ്റ് ആയ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ iOS 18.3.2ലും ലഭിക്കുന്നത്. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും 100% തന്നെയാണ് നിലനിൽക്കുന്നത്. ബാറ്ററിയുടെ സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ 150 ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ബാറ്ററിയും ബാറ്ററി ലൈഫും എനിക്ക് ലഭിക്കുന്നുണ്ട്. സോ iOS 18.3.2 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. അതേപോലെ ഈ പറയുന്ന അപ്ഡേഷനിൽ എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത ബഗ്, എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്താണ് പ്രശ്നം എന്ന് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Vebin Xavier signing from Evica.